2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയമുണ്ടായത്. 70% പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് വൻതോതിൽ വലിയ ആളുകൾ ഇനി കുടുങ്ങേണ്ടിയിരിക്കുന്നു. അവരെത്ര വലിയവരാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും, നിയമത്തിന് മുമ്പിൽ വരും. തന്നെയുമല്ല, വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും? സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ UDF ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ശബരിമല ഒരു വലിയ വിഷയം തന്നെയാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണിത്. ഇനി നാളെ 10-ാം തീയതി ഞാൻ ഇത് സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടിയ വിവരങ്ങൾ SITക്ക് ഞാൻ നൽകുന്നതാണ്. നാളെ 11 മണിയോടുകൂടി എൻ്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും ഞാൻ SITക്ക് നൽകും. അവരെന്നെ വിളിച്ചിരുന്നു, ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ ഞാൻ കൈമാറും. ഇത് അന്തർദേശീയ തലത്തിലുള്ള ഒരു വലിയ കൊള്ളയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോടാനുകോടി വില വരുന്ന ഒരു ആൻറ്റിക്സ് ആയിട്ട് ഇത് വിറ്റിരിക്കുന്നു. ഇത് ഇതുവരെ കണ്ടുപിടിച്ചില്ലോ എവിടെയാന്ന്. ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്താ കഴിയാത്തത്? ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നാളെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ, തെളിവുകളല്ല, ആ വിവരങ്ങൾ ഞാൻ SITക്ക് മുമ്പാകെ പറയും. അല്ല, അത് അറിയാവുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ നാളെ SITയോട് പറയും. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ചു. അദ്ദേഹത്തെ അവർ ചോദ്യം ചെയ്യട്ടെ, അദ്ദേഹം പറയാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല. പക്ഷെ എന്നോട് വന്ന് പറഞ്ഞത് അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നാളെ ഞാൻ വെളിപ്പെടുത്തും. അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൊടുക്കണം, അദ്ദേഹത്തിന് ഭയമുണ്ട്. സംരക്ഷണം കൊടുത്താൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരും. മന്ത്രിമാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുകയാണ്. ശബരിമലയിൽ കൊള്ള നടന്ന യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മന്ത്രിമാരടക്കമുള്ളവരുടെ പേരിൽ നടപടി ഉണ്ടാകണം, അറസ്റ്റ് ഉണ്ടാകണം, യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. ആ വിവരങ്ങളൊക്കെ നാളെ ഞാൻ പറയും. എൻ്റെ കയ്യിൽ കിട്ടിയ വിവരങ്ങളൊക്കെ നാളെ SITയുടെ മുമ്പിൽ പറയും. അതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ. എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ തെളിവുമില്ല. അദ്ദേഹത്തിന് പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഞാൻ പറയും, നിങ്ങൾ അറിയാവുന്ന കാര്യം ഭയപ്പെടണ്ട, SITയുടെ മുമ്പിൽ പറഞ്ഞോളൂ, അദ്ദേഹം പറയുമായിരിക്കും. അദ്ദേഹം ഒരു വ്യവസായിയാണ്. ഇതറിയാവുന്ന ഒരാൾ വ്യവസായി അല്ല. ഞാൻ നാളെ SITയെ കണ്ട് ഞാൻ ഈ വിവരങ്ങൾ പറയാനുള്ള, പിന്നെ അവർ അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ. ഒരു സംശയവും വേണ്ട, ശബരിമല കൊള്ള നടത്തി ജയിലിൽ കിടക്കുന്ന 2 CPM നേതാക്കന്മാരുണ്ടല്ലോ, ഇനിയും പലരും കിടക്കാനുണ്ടല്ലോ. അതെല്ലാം പുറത്തു വരില്ലേ? അത് ഭക്തജനങ്ങളുടെ ഹൃദയവേദന ഉണ്ടാക്കിയ സംഭവമല്ലേ? അത് തീർച്ചയായും പ്രതിഫലിക്കും. പിന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം അതും പ്രതിഫലിക്കാൻ പോവുകയാണ്. അതൊന്നൊരു വിഷയം. അത് അദ്ദേഹം LDF നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുമായിട്ടുള്ള അന്തർധാര മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നതാണ്. 7000 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥിയില്ല. അവിടെ LDFുമായിട്ട് സഖ്യമാണ്. LDFും BJPയും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ഈ സ്വർണ്ണക്കടത്ത് വരെ ആവിയായി പോയത്, ED നോട്ടീസുകൾ ആവിയായി പോകുന്നത്. അതുകൊണ്ട് അത് മറച്ചു വെക്കാൻ CPMും BJPയും തമ്മിലുള്ള
അന്തർധാര മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും മുഖ്യ ശത്രു BJP അല്ലേ? എല്ലാവർക്കും അറിയില്ലേ? ദേശീയ തലത്തിൽ ഇവിടെ കേരളത്തിൽ CPM ആണ്. ഇവർ രണ്ടുപേർക്കും എതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇത്തവണ UDF ഒരു ചരിത്ര വിജയം നേടും. വിധി മുഴുവൻ വായിക്കട്ടെ. ഞാൻ വിധി വായിച്ചിട്ടില്ല. അത് വായിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.